നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. 150 കൊല്ലമായി കൃത്യമായി ശാസ്ത്ര സാങ്കേതിക മനഃശാസ്ത്ര രംഗത്ത് മതരംഗത്ത് ചിട്ടയോട് കൂടി നമ്മുടെ ശത്രുക്കൾ മതങ്ങളെ ഇല്ലാതെയാക്കുക എന്ന അജണ്ടയോട് കൂടി എല്ലാത്തിനെയും ആട്ടിക്കയറ്റി ക്ലിയറൻസിന് നിർത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും എന്ത് പ്രതിരോധം എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് പറയുമ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ സത്യം പറ, നെഞ്ചു തൊട്ട് പറ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഉണ്ട് എന്നത് ഇതിന്റെ മുമ്പ് ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗവേദിയിൽ കേരളത്തിലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്റെ ഒരു വെല്ലുവിളിയാണ്. ഇത് പൊതുസമൂഹം കാണുന്ന ലൈവ് പോകുന്ന ഒരു കാര്യമാണ്. ഒരു മതത്തിലും പെട്ട ഒരു വിഭാഗത്തിലും പെട്ട ആളുകൾ ഇത്തരം രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണ് ദിവസവും ചെല്ലുന്നത്. എൻ്റെ നിങ്ങളും ഒന്നിച്ച് കപ്പലിൽ കയറ്റി മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവർക്കും അവരുടെ വിഭാഗം, അവരുടെ കാര്യങ്ങൾ, ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആണെന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒന്നും നമ്മളെ പെടുത്തരുത്. എനിക്കെല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആർജിത ഹിന്ദു സമാജത്തിന്റെ എന്തോ എഴുതിയിരിക്കുന്ന നമ്മുടെ ഒന്നും എഴുതിയിട്ടില്ല. ആർജിത ഹിന്ദു സമാജത്തിന്റെ പരമാചാര്യൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല ഞാൻ. അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ വേദിയിൽ എന്നെപ്പോലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ വിഷമം തോന്നുകയും ദേഷ്യം തോന്നുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയല്ല ഞാൻ. ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ പ്രതിനിധിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ചൊരിടത്ത് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും എൻ്റെ ദീനിന്റെ പ്രശ്നവും നിങ്ങളുടെ ധർമ്മത്തിന്റെ പ്രശ്നവും അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിന്റെയും എൻ്റെ ധർമ്മത്തിന്റെയും പ്രശ്നവും ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരമാർഗം തേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും. കാരണം ഒരൊറ്റ തലമുറ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മതവും ഉണ്ടാവില്ല, ക്രിസ്തു മതവും ഉണ്ടാവില്ല, ഇസ്ലാം മതവും ഉണ്ടാവില്ല. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു തന്നു. 18-നും 40-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് അല്ലേ? ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കുട്ടികൾ മുമ്പിൽ വന്നിരിക്കുക. ഇന്നിപ്പോ ഒരു ക്ലബിന്റെ ഉദ്ഘാടനം വെക്കുക. ഇവിടെ ഒരു നല്ല എന്താ പറയാ, ഒരു എന്തോ ഒരു ടോമി ഉണ്ടല്ലോ, റിമി പുള്ളിയുടെ ഒരു നല്ല അനുഗ്രഹീത കലാകാരിയൊക്കെ കേട്ടോ. എനിക്ക് ഒരു വിഷമമല്ലേ. പക്ഷെ ഈ പരിപാടിക്ക് പോരാ അതായിരുന്നു എന്നെങ്കിലോ ഇവിടെ ഒരൊറ്റ വയസ്സന്മാരെയും കാണുമോ? ഇല്ല. നിങ്ങളൊക്കെ വിളിച്ചാലും വരുമോ? ഇല്ല. പക്ഷെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ചാടാൻ ആരുണ്ടാകുമായിരുന്നു? അതിന് 4 മൈക്കൽ ജാക്സന്റെ പാട്ടൊക്കെ ആയിട്ട് നിങ്ങളും വരൂലേ? എവിടെ അതിന്റെ ആൾക്കാർ അല്ലേ? അതിന് പറ്റുന്ന തപ്പാങ്കുത്തൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടത്തിയാൽ കുറെ പൈസ പിരിഞ്ഞു കിട്ടും. പള്ളിപ്പണിയൊക്കെ വേഗം തീർക്കാം. പള്ളിപ്പണി തീർന്നിട്ടില്ല എന്നാണോ എന്നോട് പറഞ്ഞത്? ഇനിയും തീരാനുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലത്തവരൊന്നും വിളിച്ച് പരിപാടി ഒന്നും നടത്തുന്നതിന് വരെ നല്ല റിമി ടോമിയൊക്കെ വിളിക്കുന്നതാണ് നല്ലത്. പൊന്നു സഹോദരി, അവർ മോശമാണെന്നല്ലോ പറഞ്ഞു, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ. അത് മറ്റൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് ഷോകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് പിള്ളേർ അറിഞ്ഞു വരും അല്ലേ? ഇതിപ്പോ ഈ മഹലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട മറ്റത് അരിപ്പാടുന്ന് വരും, കരുനാഗപ്പള്ളിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ വരട്ടെ. ഈ രീതിയിലേക്ക് നമ്മളെ കുഞ്ഞുമക്കളെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആക്കി ഒരുത്തം മാത്രം, കുറച്ച് പേര് 2-3 പേര് മാത്രം അവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ? മലയാളി മലയാളി തന്നെയല്ലേ? അതോ ചില ബംഗാളി പിള്ളേരുണ്ട് നല്ല മിടുക്കതിന്, അവർക്ക് പിന്നെ മലയാളം ഒന്നും അറിയില്ല. മലയാളികൾ തന്നെയാ. അല്ല, ഇന്നാളെ ഒരു വർഷം ഇതേപോലെ കുറെ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ പേരെന്താ? ഒന്നും മിണ്ടുന്നു. അവസാനം പറഞ്ഞു ദീനുൽ ഇസ്ലാം. ഞാൻ ചോദിച്ചു അതെന്തോ? മേരാ നാം ഹേ എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ ഇരുന്ന് തലകുലുക്കി കേട്ടത് മുഴുവൻ ബംഗാളികളായിരുന്നു. നിങ്ങൾ ബംഗാളികളൊന്നും അല്ലല്ലോ? 3 എണ്ണവും മലയാളികളാ. ഇപ്പൊ കണ്ടാലും മനസ്സിലാവും. പറഞ്ഞുകൊണ്ട് വരുന്ന ഇതാണ്. ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. മതം അപ്രസക്തമാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ശാസ്ത്രത്തെയും എല്ലാ വിവര സാങ്കേതിക വിദ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മതം ശരിയല്ല എന്ന് എന്നെ കൊണ്ട് തന്നെ
പറയിപ്പിക്കും. നിങ്ങളുടെ മതം ശരിയല്ല എന്ന് നിങ്ങളുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പ്രചരിപ്പിക്കുക. ഇന്ന മൗലവി ഇന്നവരോട് ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തവരാ. അല്ലെങ്കിൽ ഇന്ന സ്വാമിക്ക് മറുപടി കൊടുത്തു എന്ന് പൊക്കിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ പഴയ ചില സ്വാമിമാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ നവോത്ഥാനത്തിന്റെ പേരിലുമൊക്കെ ഒരർത്ഥത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളുടെ തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ പലതിനെയും തകർക്കും. അവർക്കൊരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടത് എന്താ സംഭവിച്ചത്. പക്ഷെ മൊത്തത്തിൽ അവരുടെ ജീവിതവും അവരുടെ കാലഘട്ടം, അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ആ കാലഘട്ടത്തിലൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും തുടരുന്ന കുട്ടികളുമില്ല എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷെ അവരുണ്ടാക്കിയ ആ കേടുപാടുകൾ, പുതിയ ആശയത്തിന്റെ പേരിൽ മറ്റും ഉണ്ടാക്കിയ ഒരുപാട് കേടുപാടുകൾ തീർക്കണമെങ്കിൽ ഇനി എത്ര ഈമാനുള്ളവർ വരണമെന്നാണ് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. എത്ര സൂക്ഷ്മതയോടുകൂടി അവനവന്റെ മാർഗം പ്രസക്തമാക്കുന്നവർ വരണം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മതം അപ്രസക്തമാകണമോ മതം പ്രസക്തമാകണമോ എന്ന് ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകണം. നാളത്തേക്കൊന്നും വെക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് എൻ്റെ മതമെങ്കിലും അല്ല, അത് നിങ്ങൾക്ക് നിങ്ങളെ മതമല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ മതം കൃത്യമായി അത് നല്ലതാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ റസൂലുള്ളാഹിയുടെ വിഷയത്തിലേക്ക് വരാം. നീ പട്ടിണി കിടക്കുന്ന നിന്റെ അയൽവക്കത്തുണ്ടെങ്കിൽ നീ മതം പ്രസക്തമാക്കിയവനല്ല, നീ എന്നിൽപ്പെട്ടവനെ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നുള്ള ജനസംഖ്യയിൽപ്പെട്ടവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ 160 അയൽക്കാരനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അയൽക്കാരൻ ആരാന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നിന്റെ മുന്നോട്ട് നോക്കുമ്പോൾ 140 പേര്, ഈ സൈഡിലേക്ക് 40 പേര്, ഇങ്ങനെ 4 ചുറ്റും 40 പേര്. അപ്പൊ ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്രയാ? 160 കുടുംബങ്ങൾ. അതിൽ അമുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജാതി മത വർഗ ലിംഗ വ്യത്യാസമന്യേ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന 160 കുടുംബങ്ങൾക്ക് നീ നന്മ ചെയ്യണമെന്ന് ഓരോ മുസ്ലിമിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഇതൊന്ന് കൃത്യമായി പുലർത്തിയിരുന്നെങ്കിൽ, ചിലര് പറയും 150 ഇല്ല, 160 ഇല്ല സ്വാമി, ഇല്ല, പിന്നെ എത്രയാ? 40 ഉള്ളൂ. സമാധാനം, 40എങ്കിലും. ഒരു മുസ്ലിം 40 ഏറ്റെടുത്താൽ 40 വരെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. 160 ഇച്ചിരി കൂടി എന്ന് പറയാം. 40 ഉണ്ടെന്ന് എല്ലാവരും സർവ്വസമ്മതമല്ലേ? എല്ലാ ഹദീസും കൂട്ടി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്കൊരു 40എങ്കിലും എത്തിക്കൂടും. ഞാൻ പറയുന്നു, നിങ്ങൾ 40 വേണ്ട, 4 കുടുംബങ്ങളെ ഏറ്റെടുത്താൽ ഒരു 0 വിലയില്ല. അതുകൊണ്ട് നമുക്ക് 40 വേണ്ട, 4 മതി. ഞാനെന്ന മുസ്ലിം അല്ലെങ്കിൽ ഞാനെന്ന ധർമ്മമനുഷ്ഠിക്കുന്നവൻ എൻ്റെ 4 വശത്തുള്ള 4 കുടുംബങ്ങളെ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട്, അല്ല 5 വർഷം കൊണ്ട് കേരളത്തെ 10 പ്രാവശ്യം ദാരിദ്ര്യ വിമുക്തമാക്കാം. ഇവിടെ റേഷൻ ഉണ്ടാവില്ല, APL കാർഡ്, BPL കാർഡ്, ആ കാർഡ് ഈ കാർഡ് ഒന്നും കാണുകയില്ല. ഇവിടെ ഒരു ആന്ധ്രേനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ അവസാനം ഈ അരി വാങ്ങിയവൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങോട്ട് അരി വേണോ? ഞങ്ങൾക്ക് ധാരാളം അരിയായി. ഈ എക്കണോമിക്, ഈ റസൂലുള്ളാഹി മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിക് എക്കണോമിയെ കുറിച്ച് ഒരു പുസ്തകം പോലും ഈ ലോകത്തിൽ എവിടെ എഴുതപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുണ്ടോ എന്ന് തപ്പാൻ തുടങ്ങിയൊരു കാര്യമായി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം, എനിക്ക് കൂടുതൽ പഠിക്കാൻ. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ഈ ഒരു റസൂലിനെ ഒന്ന് പഠിച്ചു നോക്കിയേ. ഒരാൾ വിശ്വാസിയായാൽ 4 വീടിന്റെ ഐശ്വര്യത്തിനും കാരണമായി ആ ധർമ്മം, ആ ദീൻ വിളങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഒരു തെറ്റായി പോയോ? ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ മതത്തെ പ്രസക്തമാക്കി കൊടുക്കേണ്ടത്? ഇനി ഒന്നും വേണ്ട, ഒരാളെ ഏറ്റെടുത്താൽ മതി. ഞാൻ വീണ്ടും ഓഫർ കുറയ്ക്കുക, 4 എന്നുള്ളത് 1 ആക്കിയാൽ, 4 എന്നുള്ളത് 1 ആക്കി കഴിഞ്ഞാൽ ഒരാളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും മര്യാദയ്ക്ക് ഒരു കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്ന ഒരവസ്ഥ വരും. 100% ദാരിദ്ര്യ നിർമ്മാർജ്ജനം നൽകപ്പെടുന്ന രാജ്യമായി കേരളം മാറും, സംസ്ഥാനമായി മാറും. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതിന്റെ കളി പറഞ്ഞുതരാം. ഇവിടെ അടുത്താണല്ലോ ഈ അമ്പലപ്പുഴയാണോ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്ന കഥ? ഹരിപ്പാടാണോ അമ്പലപ്പുഴയാണോ?
അമ്പലപ്പുഴ. ആ ചെമ്പകശ്ശേരി രാജാവിന്റെ ഒരു കഥ കേട്ടിട്ട് ഇപ്പൊ തലവെല്ലവും കൊയ്യോ അതിന്റെ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം വലിയ ചതുരംഗം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാന്നാ കേട്ടിരിക്കുന്നത്. ആണോ? ആ, ചെസ് കളിയിൽ വളരെ അജ്ഞനാണ് അദ്ദേഹം. അങ്ങനെ ചെസ് കളിയിൽ എല്ലാവരെയും തോൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആ രാജ്യത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തെ പറഞ്ഞു, എനിക്ക് അങ്ങുമായി ചെസ് കളിക്കണം, അല്ലെങ്കിൽ ചതുരംഗം കളിക്കണം. രാജാവ് പറഞ്ഞു, അതിനെന്താ, നമുക്ക് കളിക്കാലോ. അതിനു മുമ്പ് അവർ വ്യവസ്ഥകൾ വെച്ചു. എന്ത് ചെയ്യണം? ചെറുക്കൻ ചോദിച്ചു, ഞാൻ തോറ്റ എന്ത് ചെയ്യും? ഞാൻ നിന്നെ വെറുതെ വിടും, കാരണം നിന്നെ കൊന്ന് എനിക്കുള്ള ബ്രഹ്മഹത്യാഭാവം ഒന്നും ഏൽക്കാൻ എന്നെ കൊണ്ട് വയ്യ, നീ വെറുതെ വെക്കോ, നിനക്ക് കുറെ എന്താ പറയാ, ഞാൻ തോറ്റാൽ എന്ത് ചെയ്യണം? രാജാവ് ചോദിച്ചു. രാജാവിനോട് ഈ ബാലൻ പറഞ്ഞു, ഒന്നും വേണ്ട, നമ്മുടെ ഈ ചതുരംഗ പലകയുണ്ടല്ലോ, 64 കള്ളി, അതിൽ കറുപ്പിലും വെളുപ്പും ഒക്കെ ഉണ്ടല്ലോ, ഉണ്ട്, അതിൽ 1 മണി അരി ഒരു കള്ളിയിൽ വെച്ച് തരിക. ഓ, അത്രയേ ഉള്ളൂ? ആ, പിന്നെ അതിനെങ്ങനെ അതിന്റെ ഇരട്ടി ഇങ്ങനെ അടുത്ത കള്ളിയിൽ അങ്ങ് വെച്ച് തന്നാ മതി. അപ്പൊ ഈ രാജാവ് മറ്റൊന്നും ചിന്തിച്ചില്ല. പുള്ളി എഴുത്തും അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നവർക്കും അപാകതയൊന്നും തോന്നിയില്ല. കളി തുടങ്ങി കുറച്ചങ്ങ് ചെന്നപ്പോൾ രാജാവ് തോറ്റു തുന്നം പാടി. അതുകൊണ്ട് രാജഭക്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും നല്ല ശുദ്ധ പരാജയമായിരുന്നു നമ്മുടെ രാജാവിൻ്റെത്. ചെറുക്കൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നാ ഞാൻ പൊക്കോട്ടെ? ആ, പൊക്കോ, അരി മേടിച്ചോണ്ട് പൊക്കോ. അങ്ങനെ 1 മണി അരി അടുക്കളയിൽ നിന്ന് എടുത്ത് ഒരു കള്ളി വെച്ചു. രാജാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അടുത്തതിൽ 2 മണി അരി വെച്ചു, അടുത്തതിൽ 4 വെച്ചു, 4 8 8 16 16 32 32 64 പിന്നീട് അങ്ങോട്ടുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെക്കുന്നോ അതിന്റെ അടുത്തേലേക്ക് ആദ്യത്തെ നിര കഴിഞ്ഞപ്പോൾ തന്നെ ചാക്ക് കണക്കിനായി പിന്നെ വെപ്പ്. അവസാനം ചാക്ക് വെച്ചു, 10 പുരകൾ വെച്ചു. ഈ നാട്ടിലെ സർവ കൊയ്ത് കൂട്ടിയ നെല്ല് അവസാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും 64ന്റെ പകുതി കള്ളി പോലും ആയില്ല എന്നാ ചരിത്രം പറയുന്നത്. കളി അങ്ങനത്തെ കളിയായിരുന്നു. ഈ കളിയിൽ വേണം റസൂലുള്ളാഹി പറഞ്ഞത് നടപ്പിലാക്കാൻ. കഴിയുമോ? 1 മണി അരി. നിങ്ങൾ ഗൂഗിളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് നോക്കണം, ഈ കളി ഒന്ന് നിങ്ങളൊന്ന് എങ്ങനെയാ ഇതിന്റെ പ്രോഗ്രഷൻ പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ടൺ കണക്കിന്, അതായത് കോടാനു ചാക്ക് അരി വരും അവസാനം ഈ 64 കല്ല് വരുമ്പോൾ. 1 മണിന്ന് തുടങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ച് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇപ്പം അങ്ങ് കൂട്ടിക്കായിരുന്നു. 1 മണി അരി വെച്ചിട്ട് തുടങ്ങിയാൽ നിങ്ങളൊന്ന് ഇന്ന് പോയി കാൽക്കുലേറ്റർ എടുത്തൊന്ന് നോക്കണം. ഇൻറ്റു അതങ്ങനെ നോക്കി 64 പ്രാവശ്യം നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോഴേക്കും കമ്പ്യൂട്ടറിൽ ഇതിന്റെ അക്കം വരാത്ത രീതിയിൽ വലിയ ടൺ കണക്കിന് അരിയായിട്ട് മാറും. അതുകൊണ്ട് അമ്പലപ്പുഴക്കാരോട് തന്നെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നിങ്ങളുടെ ഒരു രാജാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഏതോ ഒരു ദരിദ്ര ബ്രാഹ്മണൻ രാജാവിനെ പറ്റിച്ചൊരു പറ്റിക്കലുണ്ട്. ആ കളിയുണ്ട് ഇവിടെ. റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് മാത്രം കൃത്യമായ അറിവോടുകൂടിയായിരുന്നു. എത്ര പേർക്കറിയാം? ഒരു ഉദാഹരണം ഞാൻ കൂടി പറയാം. പാലിൽ വെളിച്ചമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാലിൽ വെളിച്ചമുണ്ടെന്ന് ഹദീസുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് പലർക്കും മനസ്സിലായില്ല, പാലിൽ വെളിച്ചോ, ഓ വെള്ള കാണുമ്പോ അതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൃത്യവാചകത്തിന്റെ അർത്ഥം പാല് കറക്കണം, പാല് കാച്ചണം, കാച്ചിട്ടത് മോരാക്കണം, തൈരാക്കണം, എന്നിട്ടത് കടയണം, വെണ്ണയെടുക്കണം, ഉരുക്കണം, കത്തിക്കണം. അപ്പൊ പാലിൽ വെളിച്ചമുണ്ടോ? ഉണ്ടാവുമോ? ഇത്രയും ബുദ്ധിയോടുകൂടി ലോകത്തോട് സംസാരിച്ചൊരു പ്രവാചകനെ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണിച്ചതാ? അങ്ങനെ എത്ര സൂചനകളാണ് ഖുറാനിലും ഹദീസിലും നമുക്കൊക്കെ ഇട്ടേച്ചു പോയിരിക്കുന്നത്. പാലിൽ വെളിച്ചമുണ്ടെന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞപ്പോ പലർക്കും പിടിയിട്ട് ഇന്ന് മനസ്സിലാവുന്നില്ല. ഖുറാനിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് 3 തരം ചികിത്സാ രീതികളെ കുറിച്ച്. ഒന്ന് ഒരു തേൻ കൊണ്ടുള്ള ചികിത്സ. 2 രക്തമോക്ഷം, ഈ പറയുന്ന പോലെ എന്താ കൊമ്പ് വെക്കുന്ന പോലത്തെ രക്തം മോചിച്ചുകൊണ്ടുള്ള. 3 ചൂട് വെച്ചുകൊണ്ടുള്ള. ഈ 3 ചികിത്സകളെ ഖുറാനിലുള്ളൂ.
ഇത് കൃത്യമായ അറിവോടുകൂടി വായിക്കാത്തവൻ തോന്നി ഇത് എന്ത് പ്രാകൃത ചികിത്സ, തേന് കൊണ്ട്, സർവത്തിനും തേനുണ്ടെന്ന്, ഏത് രോഗത്തിനും തേൻ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ കുറെ എണ്ണം ഷുഗറിനും തേൻ കുടിച്ചിട്ട് ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കൊമ്പെന്നും പറഞ്ഞ് ഇവിടെ കൊമ്പ് ഹിജാമയൊക്കെ വെച്ച് കുറെ എണ്ണം അങ്ങനെയുണ്ട്. ചൂട് വെക്കുക, അവിടെ എവിടെയും പൊള്ളിക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നും മെഡിക്കൽ രംഗത്ത് ഇതിങ്ങനെയൊന്നുള്ള വയലുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഞാൻ അങ്ങ് പറയുകയാണ്. ഞാൻ കാണുന്ന തേൻ എന്ന് പറയുന്നത് ഒരു സൂചകമാണ്, അല്ലാതെ തേന് മാത്രമല്ല. ആ തേനിലൂടെ ഉദ്ദേശിക്കപ്പെട്ടത് കെമിക്കലാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ രസതന്ത്രമാണ്, ഔഷധത്തിന്റെ കൂട്ടുകളെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കീമോതെറാപ്പി, ഒരു പനി വന്നാലും നമ്മൾ എന്താ ചെയ്യുന്ന? കീമോതെറാപ്പിയാണ് ചെയ്യുന്നല്ലേ. പാരസെറ്റമോളും ഒക്കെ കുടിക്കുമ്പോൾ, ബ്രൂഫണൊക്കെ കുടിക്കുമ്പോൾ അത് ഈ തേൻ എന്ന് പറയുന്ന പോലെ അതിനെ നമ്മൾ ആ സൂക്ഷ്മ രൂപത്തിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ ലോകത്തിലെ 3 വിഭാഗങ്ങളിലെ ചികിത്സയെ ലോകത്തിലുള്ളൂ. ഒന്ന് കെമിക്കൽ കൊണ്ടുള്ള ചികിത്സ, മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഒന്ന്. രണ്ടാമത്തതോ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ അല്ലേ. മൂന്നാമത്തതോ ചൂട് വെക്കുക എന്ന് പറഞ്ഞാൽ ലേസർ ചികിത്സ. ലേസർ കൊണ്ട് ഇന്ന് ലേസർ ഹോളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം എത്ര പുരോഗമിച്ചാലും ഈ 3 ചികിത്സയിൽ അപ്പുറം ഒരു മരുന്ന് കുടിക്കണം, സർജറി ചെയ്യണം, ലേസർ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇരുമ്പ് ചികിത്സ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തോണ്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യരുതെന്ന് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞത് എന്തിനാണെന്നറിയോ? പൊതുസമൂഹം എല്ലാവരും നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ കൃത്യമായി ഏത് ലോകത്തിലും ഏത് അവസാന സമയത്തും കേട്ടാലും കൃത്യമായി അതിലൊരുപാട് അർത്ഥങ്ങളടങ്ങിയ വാക്കുകളാണ് പ്രവാചകനിലൂടെ നമുക്ക് കേൾപ്പിച്ചു തന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്താ പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലൊക്കെ ഇനിയും കൂടണം. ഇങ്ങനെ മാത്രമായി കൂടരുത്. ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് ബുക്ക് ചെയ്ത് വിളിക്കരുത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ചുമ്മാ പിള്ളേരോട് വർത്താനം പറയാൻ വേണ്ടി ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും മദ്രസേന്റെ ഹാളിലോ ഒന്ന് വിളിക്കണം. എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. അവരുടെ ന്യായമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കട്ടെ. അതേപോലെ നിങ്ങളുടെ ആലിമ്യങ്ങളെ ഞങ്ങളും കൊണ്ടുപോയി ഞങ്ങളുടെ കുട്ടികളോട് സംസാരിപ്പിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ളവർക്കും പുറത്തു നിൽക്കുന്നവർക്കും ഒക്കെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കുത്തി ചെലുത്തി തന്നതാരാ? എന്താ ഒന്നിച്ചിരുന്നാൽ ഒന്നിച്ചൊരു പള്ളിയിൽ പോലും നമസ്കരിച്ച ചരിത്രം മദീന പള്ളിക്കില്ലേ? റസൂലുള്ളാഹിയെ കാണാൻ വന്ന അർമേനിയൻ പാത്രിയാർക്കീസും സംഘത്തിനോടും കുശല പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ പോയി പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളെ പള്ളികൾ ഇവിടെയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ദൂരെ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ഒരു ദിവസം വരാം എന്ന് പറഞ്ഞപ്പോൾ സൽക്കാരപ്രിയനായ ആതിഥ്യ മര്യാദയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു തന്നാൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിബില കിഴക്കോട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹിയും കൂട്ടരും പറഞ്ഞു, ഞങ്ങൾക്ക് കിബില പടിഞ്ഞാറോട്ടാണ്. അങ്ങനെ ഒരേ സമയത്ത് സന്ധ്യാസമയത്ത് മഗ്രിബിന്റെ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് അർമേനിയൻ പാത്രിയാർക്കീസും കുരിശു വരച്ച് യേശുവിനെ പ്രാർത്ഥിച്ചപ്പോൾ, അവർ കൗമ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അതേ പള്ളിയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് നടത്തിയ ചരിത്രം നമ്മൾ മറന്നുപോയി. അപ്പൊ ഒന്നിച്ചിരിക്കുന്നതിന് എവിടെയാ തെറ്റ്? ഇനി എന്താ അതിലേറെ വലിയ തെളിവ് വേണ്ടത്? യഹൂദന്റെ ശവം കൊണ്ടുപോയപ്പോൾ അതൊരു മനുഷ്യന്റെ ശവമാണെന്ന്, വിശ്വാസിയുടെ ശവമാണെന്ന് തെറ്റിദ്ധരിച്ച് എഴുന്നേറ്റതാണെന്ന് പറഞ്ഞ സഹാബിയോട് എന്താ പറഞ്ഞത്? സഹാബത്തിനോട് പറഞ്ഞു, ഞാനത് ഇസ്ലാമാണോ മുസ്ലിമാണോ അന്യമതക്കാരനോ നോക്കി എഴുന്നേറ്റതല്ല മക്കളെ, അതൊരു മനുഷ്യന്റെ ജനാസയാണ്, അതിനെ ബഹുമാനിക്കണം. അവസാനമായി നമുക്ക് കാണിക്കാൻ കഴിയുന്ന ആദരവാണത്. അവസാന ആദരവ് ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്നത് റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചിട്ടാണെന്ന് അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി പോലീസുകാരനായതുകൊണ്ട് അത് പറയണം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം ഉണ്ടാക്കിയതല്ലത്. അദ്ദേഹത്തെ പോലുള്ള ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസിൽ പോലും ഇത്രം അല്ലേ ഒരു തൊപ്പി ഊരി, നമ്മൾ സിനിമയിലെങ്കിലും കണ്ടു കാണും, ഒരു ശവശരീരം കണ്ടാൽ ഉടനെ പോലീസുകാർ തൊപ്പി ഊരും.
അതിന്റെ കാരണം എന്താ? അവന് ബഹുമാനിക്കാവുന്നതിന്റെ പരമാവധി സല്യൂട്ട് അടിക്കാനൊന്നും പറ്റൂല. അവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി ബഹുമാനം അവന്റെ തൊപ്പിയൂരലാണ്. അതുകൊണ്ട് ഞാനും ഉസ്താദൊക്കെ തൊപ്പിയൂരണമെന്ന് പറയുന്നത് ഞങ്ങൾ പോലീസുകാരല്ല. ഞങ്ങളുടെ ബഹുമാനം വേറെ രീതിയിലാണ് അല്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ ഈ ശവശരീരങ്ങളുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുക. ആ സമയത്ത് ഇതെല്ലാം വലിച്ചു വരാനൊന്നും പറ്റുന്നത്. അത് ഞങ്ങൾ പോലീസുകാരല്ലല്ലോ. അവരുടെ രീതി, അവരുടേതായ രീതി. അതായത് ഒരു ബഹുമാനം കൊടുക്കണം ഈ ജനാസയ്ക്ക് എന്ന് ആദ്യമായി ലോകത്തിന്റെ മുമ്പിൽ ഇത്ര സുശക്തമായ രീതിയിൽ തെളിയിച്ചതാരാ? നമ്മൾ ഓർക്കണം, ഈ മാസം അദ്ദേഹത്തിന്റെ ജന്മമാണ്. റഹ്മത്തുൽ ആലം അല്ലേ? ആലത്തിന്റെ റഹ്മത്തായി പടയ്ക്കപ്പെട്ടവർ ഇന്നത് വെറും അവകാശവാദമായി ഇന്നും നിലനിൽക്കുക. അതാണ് എന്റെ സങ്കടം. നബി ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടത് റഹ്മത്തല്ലാതെയായിട്ട് മറ്റൊന്നുമല്ല എന്ന് പറയും. ഇന്നും അന്യമതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അവകാശവാദമായിട്ട് മാറുക. നേരെ മറിച്ച് നേരത്തെ പോലത്തെ ഭക്ഷ്യ സംസ്കാരം ഒന്ന് കൊണ്ടുവന്നിരുന്ന മൈക്രോ ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇപ്പോഴുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ആളുകൾ ഞങ്ങൾക്ക് അന്നം തരുന്ന അന്ത്യയോജന, അന്നയോജന എന്ന് പറയുന്നത് ഈ പറയുന്ന ആലമുൽ റഹ്മത്തിന്റെ പേരിലാണ്. റഹ്മത്ത് ഓഫ് ആലം, ആലത്തിന്റെ റഹ്മത്തിന്റെ പേരിലാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആദർശവും അനാദർശ പ്രസംഗങ്ങളും നടത്താനല്ല, വിഭാഗം തിരിഞ്ഞ് ചേരി തിരിയാനല്ല. ഇതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് ഒന്നിച്ചാൽ ലോകം തിരിച്ചു പറയും പ്രസക്തമാണ്. മതം പറഞ്ഞ് അവർക്ക് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പറയും. ഇന്നന്നെയുള്ള ഒരു എന്താണെന്നറിയോ? ഞാൻ ഒരുപാട് മക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദുക്കെ ആണെങ്കിലും ദൈവത്തിലൊന്നും വലിയ കുഴപ്പമില്ല ഒക്കെ തന്നെ, പക്ഷെ മതം ഞങ്ങൾക്ക് വേണ്ട. മതമില്ലാതെ എങ്ങനെയാ ദൈവത്തെക്കുറിച്ച് അറിയുന്നത്? അതോ ദൈവത്തിനെ അറിഞ്ഞെങ്കിലേ മതം പാടുള്ളൂ? ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ മതം വേണ്ട കേട്ടോ. പക്ഷെ മതം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ യഥാർത്ഥ വശം മനസ്സിലാവുള്ളൂ. അങ്ങനെയല്ല അതിന്റെ ഫോർമുല. പക്ഷെ ഇന്ന് തിരിച്ചിട്ടിരിക്കുക. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ മക്കൾ പറയാ ദൈവത്തിനെയൊക്കെ അംഗീകരിക്കാം, പക്ഷെ നിങ്ങളെയൊന്നും അംഗീകരിക്കാനൊക്കെയല്ല. ഇത് ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോകുന്നവന്റെ വ്യഥയല്ല, അത് മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു നിയത്തും വെച്ചിട്ടില്ല. ഇതിലൂടെ ദക്ഷിണ മേടിച്ച് ജീവിക്കുന്ന ആളല്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നവന്റെ വ്യഥയല്ല ഇത്. പക്ഷെ ലോകം തന്നെ കാരുണ്യമാക്കാതെ ഇവിടത്തെ കലുഷിതത്തിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങൾ അത് കണ്ടുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറയാം. അതുകൊണ്ട് നമുക്ക് പ്രസക്തമാക്കണം മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും നമ്മുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കണം. അതുകൊണ്ട് ചിരിക്കണം, സമാധാനം ആശംസിക്കണം, കെട്ടിപ്പിടിക്കണം, കൈ കൊടുക്കണം. തൊട്ടുതൊടായ്മയും തേടിക്കൂടായ്മയ്ക്കും അപ്പുറത്തേക്ക് നമ്മുടെ ശരീരങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയണം. അയൽവക്കക്കാരന്റെ വീട്ടിൽ മിസ്കീൻ അല്ലേ, മഹ്റൂമീങ്ങൾ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാകണം. മഹ്റൂമീങ്ങളൊക്കെ എന്താന്ന് ഇവർ പറഞ്ഞു തരും. ഇനി സമയമൊന്നുമില്ല, അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനിയും കുറെ സമയം പോകും. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്നവരുടെ ലക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് 19-ാം അധ്യായത്തില്. എന്താണെന്നറിയോ? മഹ്റൂമീങ്ങളെ തിരിച്ചറിയുമെന്ന്. സക്കാത്തിന് അവകാശമുള്ളവരെ തിരിച്ചറിയും. നമസ്കാരം നിലനിർത്തുന്നവർ, എങ്ങനെ ഒരാൾ നമസ്കാരം നിലനിർത്തുന്നുണ്ടെന്ന് അറിയാ എന്നൊരു ആയത്ത് അവിടെയുണ്ട്. അന്ന് ഞാൻ ചൊല്ലുന്നില്ല, ഉസ്താനെ പോലുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ എന്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയല്ലത്, ആയത്ത് ചൊല്ലാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ അതൊന്നും ഒരു പരിപാടി എന്ന നിലയിൽ നിങ്ങൾ എടുക്കരുത്. സ്വാമി ആയത്ത് ചൊല്ലുന്നൊരു സ്വാമി തിരക്കടില്ല. പക്ഷെ എനിക്ക് അതിന്റെ പിന്നിൽ ആശയമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായി ആരാധനകളിലും കൃത്യമായി മതം കൊണ്ട് നടക്കുന്നവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് സക്കാത്ത് ആർക്കെന്ന് കൃത്യമായി ബോധം വരും, സദക്കാർക്ക് ചെയ്യണമെന്ന കൃത്യമായ ബോധം വരും. പിന്നീടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവനവന്റെ സ്വത്തിൽ ആർക്കൊക്കെ അവകാശമുണ്ടെന്ന് ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിവ് വരുമെന്ന. അതിൽ പറയുന്നുണ്ട് സക്കാത്തിന് അർഹരായവർ. പിന്നീടോ മഹ്റൂമീങ്ങളെ തിരിച്ചറിയുന്നവർ. എന്താ ഈ മഹ്റൂമീങ്ങൾ? ആത്മാഭിമാനം കൊണ്ട് തങ്ങളുടെ പുറമേ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് അവരുടെ ദാരിദ്ര്യം പ്രകടിപ്പിക്കാതെ നമ്മളെപ്പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിച്ചിട്ട് നെയ്യൊക്കെ കയ്യിലെ പെരട്ടിയൊക്കെ വരുന്ന ആളുകളുണ്ടാവും. ഒന്നും നിന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു നെയ്യിന്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കരുതും നെയ്ച്ചോറ് തിന്നിട്ടാ വരുന്നതെന്ന്.
അങ്ങനെ തങ്ങളുടെ ബുദ്ധിമുട്ട് പുറത്ത് കറിയാൻ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ആളുകളെ തേടി പിടിച്ചുകൊണ്ട് സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹും അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തിരുന്നൊരു കാലത്ത് വേഷം മാറിയവർ നടന്നിരുന്നു. രാത്രി 12 മണിക്ക് ഇറങ്ങി നടന്നിരുന്നു. സത്യത്തിൽ രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ പുറത്തിറങ്ങി നടക്കാത്ത ഒരൊറ്റ സഹാബി ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയാ നടന്നത്? നന്മ ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും വിശന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഏതെങ്കിലും വീട്ടിലെ കൊച്ചുങ്ങൾ കരയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഖലീഫ ഉമറിന്റെ ഒക്കെ കാലത്ത്, ഉസ്മാന്റെ കാലത്ത്, അബൂബക്കറിന്റെ കാലത്തൊക്കെ ഇത് സംഭവിച്ചിരുന്നു. അവരൊക്കെ മഹ്റൂമീങ്ങളെ തേടി ഇറങ്ങിയതാ. ആത്മാഭിമാനം കൊണ്ടും വിഷമം കൊണ്ടും തങ്ങളുടെ ബുദ്ധിമുട്ട് പുറത്തു കഴിയാത്തവരെ കണ്ടുപിടിക്കാൻ വേണ്ടി, അവർക്ക് രഹസ്യമായി സേവ ചെയ്യാൻ വേണ്ടി. ഇന്നെവിടെ നമ്മളൊക്കെ ഇങ്ങനെ വല്ല സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചിട്ടൊക്കെയാണ് അതൊന്നും മഹ്റൂമീങ്ങൾക്ക്. അത് ഞാൻ എൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിച്ചത് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെയല്ല. നിങ്ങളോ? ഇവിടെ ഇരിക്കുന്ന ആരും അച്ഛനെ അല്ലെങ്കിൽ ബാപ്പയെ ഉമ്മയെ ഒക്കെ വിളിച്ചത്, അവരെ വിളിച്ചതൊന്നും എങ്ങനെയല്ല, DNA ടെസ്റ്റ് കണ്ടിട്ടൊന്നുമല്ല. എന്താ ഉറപ്പില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ചില നാട്ടുനടപ്പ്, ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നോട് എന്നെ മകനെ കൊണ്ടു നടന്ന ആ അച്ഛനെ ഇന്നും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാര. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ആ അച്ഛന്റെ DNA ടെസ്റ്റ് പരിശോധിച്ചിട്ടൊന്നും അല്ലാതെ നമുക്ക് നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ ദൈവവിശ്വാസം, നമ്മുടെ നബിയോടുള്ള ഹുബ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇതൊക്കെ വല്ല ശാസ്ത്രവും തെളിയിച്ചതിന് ശേഷം മതി എന്നൊന്നും പറയാൻ പോകരുത്. അതേപോലെ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ഋഷീശ്വരന്മാർ, ആനോ ഭദ്രാഹ കൃതവോ എന്ന് വിശ്വതഹ എന്ന് പ്രാർത്ഥിച്ചവർ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചവർ, സർവേഷാം സ്വസ്തിർ ഭവതു എന്ന് പ്രാർത്ഥിച്ചവർ, അവരെയൊക്കെ ഞാൻ പിൻപറ്റുന്നത് ശാസ്ത്രീയതയുടെ തെളിവ് കൊണ്ടൊന്നുമല്ല, അവർ പറഞ്ഞ ശാസ്ത്രീയത കൊണ്ടൊന്നും അല്ല. അത് ഹൃദയത്തിന്റെ ഭാഷയാ. എനിക്ക് അവർ വേണം, അവർക്ക് ഞാനും വേണം. അവർ പറഞ്ഞത് എന്നിലൂടെ പുലരണം. റസൂലുള്ളാഹിയുടെ വാക്കുകൾ എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് പുലരേണ്ടത്. അല്ലാതെ തലയിലൂടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചും വെല്ലുവിളിച്ചും ശാസ്ത്രത്തോട് ഏറ്റുമുട്ടിയിട്ടൊന്നുമല്ല. അങ്ങനെയൊക്കെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നു മക്കളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വലിയ ഒരു കാര്യമായി ദൈവം നമ്മളിൽ നിന്ന് കണക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ. ഇനി ഇതിന് ശേഷം സ്വലാത്തുണ്ട്. സ്വലാത്തിന്റെ പ്രാധാന്യമൊക്കെ അദ്ദേഹം നിങ്ങളോട് പറയും. എനിക്കറിയാവുന്നൊരു പ്രാധാന്യം, നമ്മുടെ ഗുരുക്കന്മാരോട് ശാന്തിയും സമാധാനവും ഒക്കെ പറഞ്ഞെങ്കിലേ അവരിലെ ശാന്തിയും സമാധാനം നമുക്ക് സമമായ ആധാനം എന്ന അർത്ഥം. സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി സമമാകുക എന്നൊക്കെ അർത്ഥം. റസൂലുള്ളാഹിയുടെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് റസൂലുള്ളാഹിയോട് നമ്മൾ സലാത്ത് പൂർണ്ണമാക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനോട് ഇങ്ങനെ യാ റസൂലുള്ളാ, യാ ഹബീബുല്ലാ, സലാം, അസ്സലാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലൊക്കെ ശാസ്ത്രീയത ഉണ്ട് മക്കളെ, അല്ലെങ്കിൽ അതിനൊക്കെ നന്മയുണ്ട് മക്കളെ. അവനവന്റെ ഗുരുക്കന്മാർ 1000 പ്രാവശ്യം സ്മരിക്കപ്പെടുമ്പോഴേ അവരിലെ വല്ല നന്മയും നമ്മളിലേക്ക് ഒഴുകിയെത്തുള്ളൂ, അല്ലേ? തുറക്കണമെങ്കിൽ തന്നെയല്ലേ ടാപ്പ് കിട്ടുള്ളൂ. ഇപ്പൊ സലാത്ത് എന്ന് പറയുന്നത് എന്താ? ടാപ്പ് തുറക്കലാണ്. ആ അമൃത വർഷത്തിലേക്ക്, ആ അമൃതധാരയിലേക്ക്, ഏതൊരു ഭൗമികതയിൽ ഉന്നതിയിലേക്കാണോ റസൂലുള്ളാഹി ഉണ്ടായിരുന്നത് ആ പറയുന്നതിലേക്ക് ഞങ്ങളൊക്കെ ഉയർത്തണേ. ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ നന്മകൾ വരാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരാളെ പ്രീതിപ്പെടുത്തുകയാണ്, സലാം പറയുകയാണ്, അല്ലേ? അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും കാലും കയറ്റി വെച്ച് SIയോട് പറയോ എന്താ ചെയ്യുന്നേ? നമസ്കാരം സാർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, സാറേ രക്ഷിക്കണം. ആ ഭാഷ എന്താ നമ്മുടെ ഗുരുക്കന്മാരോട് നമുക്ക് വേണ്ടേ? അവരെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹിച്ചുകൊണ്ട് അവരോട് സലാം പറയണ്ടേ? അവര് നല്ലവരാണ്, അവര് ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്, ഹബീബുള്ളയാന്ന് പറയണ്ടേ? അയക്കപ്പെട്ടവരാണെന്ന് പറയണ്ടേ? ഇതൊക്കെയാണ് ഇതിന്റെ പാസ്വേഡുകൾ. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം അത് ബാക്കി ചെയ്യും. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരിക്കാൻ പോവാ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നലെയും ഞാൻ നോക്കിയായിട്ട് ഒരുപാട് ക്ഷീണമുണ്ട്, അല്ലേ? വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി പോകാം. പക്ഷെ ഞാനും നിങ്ങളോട് കൂടി ഇരുന്നു കൊണ്ട് എനിക്കറിയാവുന്ന രീതി റസൂലുള്ളാഹിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാനും തയ്യാറായി വന്നിരിക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ 1/2 മണിക്കൂർ അതിനു വേണ്ടി ചെലവഴിക്കാനും
ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഞാനങ്ങ് പോയ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വാമി സലാത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നാളെ ഒരു ചുക്കും ആരും പറയാൻ പോകില്ല. വരുമോ? സ്വാമിയാണോ സലാത്ത് ചെയ്യേണ്ടത്? സ്വാമി സലാത്തിന് കൂടിയില്ല എന്ന് പറഞ്ഞാലും സൗഹാർദ്ദ സമയം കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ ഇരിക്കും, അറിയാവുന്ന രീതിയിൽ. തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം, ഇരിക്കണം എന്നാണോ? ഞാനിരിക്കുമ്പോൾ പിന്നെ അവരെന്തായാലും ഇരിക്കുമല്ലോ. ഇരിക്കണം, നിങ്ങളെല്ലാവരും ഇരിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു. പാസ്വേഡ് ഇതിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മലക്കുകളോടും ജിന്നുകളോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? ഖുറാനിൽ, ഹദീസിലല്ല. എന്ത്? സലാത്ത് ചെയ്യണം. ആർക്ക്? അപ്പോൾ പിന്നെ അത് ഖുറാനിൽ പണ്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യൽ നിർബന്ധമല്ലേ. അതുകൊണ്ട് പിരിഞ്ഞു പോകരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മതം ഒന്ന് പ്രസക്തമാക്കി ഒരു കുഞ്ഞ് പിരിഞ്ഞു പോകാതെ ഇവിടെ ഇരുന്ന് ആ സലാത്തിന് പങ്കെടുക്കണമെന്നാണ്. അപ്പോഴാണ് ഇതൊക്കെ മതം പൂർണ്ണമാകാൻ ഞങ്ങളൊക്കെ തുടങ്ങി എന്നത് എനിക്കൊന്ന് കാണാനൊക്കെ കഴിയുക. പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഇവർക്കൊക്കെ മനസ്സിലായി. ഇല്ലെങ്കിൽ ഇതും കഴിഞ്ഞ് അടുത്ത രീതിയിലേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ടെന്നാ കാര്യം? അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങളത് കേൾക്കണം. പിന്നീട് എന്താ പറയാനുള്ളത്? നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ, നല്ല രീതിയിൽ മനോഹരമായി നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ പണിയണം. എല്ലാ സമുദായത്തോടും പറയണം, അവനവൻ്റെ ദേവാലയങ്ങൾ ഏറ്റവും മനോഹരമായി പണിയണം. അവനവൻ്റെ വീട്ടിലൊക്കെ പണിയുന്ന പോലെ തന്നെ അവനവൻ്റെ ദേവാലയങ്ങളും നന്നായി പണിയണം. അത്തരം പുണ്യപ്രവർത്തികളാണ് അതൊക്കെ. ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ് മസ്ജിദുകളെ കുറിച്ചൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഇവിടെ വന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ദൈവം ഇത്തരം ഒരു വേദി ഉണ്ടാക്കിയതും ഞങ്ങളൊക്കെ വിളിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു വലിയ അമലായി, നല്ല സ്വാലിഹായിട്ടുള്ള അമലുകളായി തീർക്കട്ടെ. അല്ലേ? അമില സ്വാലിഹൈൻ. അങ്ങനെ ചെയ്താൽ എന്താ? വലാ യഹ്സനൂൻ ലാ ഖൗഫുൻ അലൈഹിം. ലാ ഖൗഫുൻ, അവർക്ക് പേടിയും പേടിക്കേണ്ടതാണ്. വലാ യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ലജ്ജിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. അങ്ങനെ സങ്കടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവട്ടെ. അങ്ങനെ ലജ്ജിക്കാത്തവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവട്ടെ. അമലുകൾ സ്വാലിഹായിട്ട് തീരട്ടെ നമ്മൾ. അതുകൊണ്ട് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ഒരു തരത്തിലും അങ്ങനെയുള്ളവർ പേടിക്കേണ്ട. അത് യഹൂദനാകട്ടെ, ക്രിസ്ത്യാനിയായിട്ട് പിന്നെ വിശ്വസിച്ച ആളാകട്ടെ, അല്ലെങ്കിൽ അറബി പ്രവാചകനിൽ വിശ്വസിച്ച, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാകട്ടെ, അല്ലെങ്കിൽ സ്വാബിയന്മാരാകട്ടെ, ഞങ്ങളെപ്പോലുള്ള അൽക്കുൽത്തുകളൊക്കെ ആകട്ടെ എന്നൊക്കെ അതിൽ അർത്ഥമുണ്ട്. ആര് തന്നെയാണെങ്കിലും നല്ല ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ പ്രകടനം എന്നോളം നന്മ പ്രവർത്തിക്കുക, സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലമുണ്ടെന്നാണ് ഖുർആൻ നമ്മളോട് 2 പ്രാവശ്യം അൽ ബക്രയിലും അൽ മായിദയിലും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. ശരിയാണെന്നൊക്കെ ഇവർ പറയും. ശരിയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിൽ നിന്ന് ദൈവം നല്ല സ്വാലിഹായിട്ടുള്ള പ്രവൃത്തിയായിട്ട് നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കപ്പെട്ട അമലുകളായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഇബ്രാഹിം നബിയോടും മക്കളോടും കൂടി അവർ കഅബ ദേവാലയം പുതുക്കി പണിതുകൊണ്ട് പ്രാർത്ഥിച്ചു. തകർന്നു പോയ ദീനിനെ, തകർന്നു പോയ മതത്തെ, ദൈവത്തിന്റെ ഏക മതത്തെ, ദൈവത്തിന് ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ മതമേ ഉള്ളൂ, ആ മതത്തെ എന്നാൽ കഴിയുന്ന പോലെ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കല്ല് കയറ്റി വെച്ച് പണിയാൻ ഉദ്ദേശിക്കുകയാണ്. ദൈവമേ, ഇതൊരു വലിയ നല്ലൊരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന് നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.